വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് പെരുമ്പാവൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 13 മാത്രം തൻ്റെ സഹോദരിയുടെ ബർത്ത്ഡേ സെപ്റ്റംബർ 16 ആയിരുന്നല്ലോ. കർത്താവെ, ഞങ്ങൾ ചേർന്ന് 2 പേരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം കൊടുക്കണമേ, സകല അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തൻ്റെ മകൻ അലൻ ബിജുവിൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 13 കർത്താവെ, ആ മോനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. മാത്രമല്ല, അലനെയും ആൽവിനെയും കർത്താവെ അനുഗ്രഹിക്കുന്നു. നല്ല ആരോഗ്യം നൽകണമേ. മാത്രമല്ല കർത്താവെ, വളരെ നല്ല അക്കാഡമിക് കരിയറും കർത്താവ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. നവി മുംബൈയിൽ നിന്നുള്ള ബിന്ദു നായർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മകളുടെ മാതാപിതാക്കളുടെ വെഡിങ് ആനിവേഴ്സറി സെപ്റ്റംബർ 12 ഞങ്ങൾ ആ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബിന്ദുവിനെയും തൻ്റെ സഹോദരി സിന്ധുവിനെയും കർത്താവെ അനുഗ്രഹിക്കുന്നു. അവർക്ക് യോജിച്ച ജീവിത പങ്കാളികളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈപ്പിൽ നിന്നുള്ള VA ശശിക്ക് വേണ്ടി, ഓമന ശശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ 25ാമത്തെ വെഡിങ് ആനിവേഴ്സറി സെപ്റ്റംബർ 12 കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ആ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. എത്രയും വേഗം പ്രോപ്പർട്ടിയുടെ വിൽപ്പന നടക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നും നമ്മൾ ബ്ലെസ്സിങ് ടുഡേ പ്രാർത്ഥനാ ദിനത്തിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നുള്ള ആരാധനയും പ്രാർത്ഥനകളും മാത്രമല്ല പ്രത്യേക വചന സന്ദേശവും നമുക്ക് ഈ സമയത്ത് ശ്രവിക്കാം.
we break every chain of Satan. യേശുവിന്റെ നാമത്തിൽ സാത്താന്റെ സകല ചങ്ങലകളെയും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഭേദിച്ചിരിക്കുന്നു. We break every human chain in the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ എല്ലാ മനുഷ്യ പ്രവർത്തികളുടെ ചങ്ങലകളെയും ഇപ്പോൾ ഞങ്ങൾ ഭേദിച്ചിരിക്കുന്നു. Let there be release and freedom upon these people. കർത്താവേ, ജനത്തിന്റെ മേൽ ദൈവിക സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. Every prayer request be answered in the name of Jesus. യേശുവിൻ നാമത്തിൽ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി ഉണ്ടാകട്ടെ. Let healings and miracles take place. രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ. Let educational blessings come down. വിദ്യാഭ്യാസ നന്മകൾ ജനങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. Let them be blessed with very good jobs, oh Father. കർത്താവേ, നല്ല ജോലിയാൽ അവർ Let അനുഗ്രഹിക്കപ്പെടട്ടെ. them receive very good godly life partners, oh Father. കർത്താവേ, ദൈവികമായ ദൈവം അനുവദിക്കുന്ന പങ്കാളികളുമായുള്ള വിവാഹ ജീവിതം ഇവർക്കുണ്ടാകട്ടെ. In the name of Jesus, let people receive their own houses, oh Father. കർത്താവേ, സ്വന്തമായ ഭവനം ജനങ്ങൾക്കുണ്ടാകട്ടെ. We pray that they may be blessed with very good vehicles, oh Father. കർത്താവേ, നല്ല വാഹനങ്ങൾ ഇതിൽ പ്രാർത്ഥന എഴുതിയിട്ടിരിക്കുന്നവർക്ക് ഉണ്ടാകട്ടെ കർത്താവേ. And we pray that there may be righteous and just verdicts come upon court cases in the name of Jesus. കർത്താവേ, കോടതി കേസുകളിൽ ഇവർക്ക് വേണ്ടി ന്യായം തീർപ്പാകട്ടെ എന്ന് ഞങ്ങൾ In the പ്രാർത്ഥിക്കുന്നു. name of Jesus, we pray for financial blessings and breakthroughs. കർത്താവേ, സാമ്പത്തിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി വിടുതലുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We cancel all debts in the name of Jesus. യേശുവിന്റെ നാമത്തിൽ എല്ലാ കടഭാരത്തെയും ഞങ്ങൾ ഇപ്പോൾ റദ്ദാക്കുന്നു. We pray for business blessings. കർത്താവേ, ബിസിനസ് വളർച്ചകൾക്ക് വേണ്ടി We പ്രാർത്ഥിക്കുന്നു. pray for peace in the family, oh Lord. കുടുംബ ജീവിതത്തിലെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Let people be delivered from alcoholism and drug addiction. കർത്താവേ, മദ്യപാനത്തിൽ നിന്ന് മയക്കുമരുന്ന് ജനങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. We pray for the ministry of people. ജനങ്ങളുടെ മേലുള്ള ശുശ്രൂഷകൾക്കായി Let ഞങ്ങൾ them പ്രാർത്ഥിക്കുന്നു. grow in their ministry. കർത്താവേ, അവരുടെ ശുശ്രൂഷയിൽ അവർ വളർന്നു വരട്ടെ. Grow in their anointing. അവരുടെ അഭിഷേകത്തിൽ അവർ വളർന്നു വരട്ടെ. Let them receive more anointing from you, Lord. കർത്താവേ, കൂടുതൽ അഭിഷേകത്താൽ ഈ ദിവസങ്ങൾ അവർ നിറയട്ടെ. Hallelujah. ഹല്ലേലൂയ. So Psalm 2:8 says, ask me. സങ്കീർത്തനങ്ങൾ 2:8 പറയുന്നു, എന്നോട് ചോദിച്ചു കൊള്ളുക. What should you ask? എന്ത് നിങ്ങൾ ചോദിക്കണം? For nations. രാജ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കണം. Hallelujah. Hallelujah. For people groups. ജനതതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. For your relatives. നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി, For your family members. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, For your kith and kin. നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കായി. Hallelujah. ഹല്ലേലൂയ. So ask of me and I will make the nations your inheritance. നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് രാജ്യങ്ങളെ അവകാശമായി തരും. And the ends of the earth will be your possession. ഭൂമിയുടെ അറ്റം നിനക്ക് കൈവശമാക്കി When തരും. you pray from here, നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ a blessing center will be started in Africa. ബ്ലെസ്സിംഗ് സെന്റർ ആഫ്രിക്കയിൽ ആരംഭിക്കും. Because when you ask, കാരണം നിങ്ങൾ ചോദിക്കുമ്പോൾ God will respond. ദൈവം പ്രതികരിക്കും. And in Australia, ഓസ്ട്രേലിയയിൽ, in Mongolia, മംഗോളിയയിൽ, Papua New Guinea, പപ്പാനോഗിനിയിൽ, in many nations of the world, blessing centers will be coming up. ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ ബ്ലെസ്സിംഗ് സെന്ററുകൾ മുളച്ചു വരും. Because we are asking according to His command. കാരണം നമ്മൾ ഈ കൽപ്പന പ്രകാരമാണ് ചോദിക്കുന്നത്. Psalm 110 verse number 1, 2, 3. സങ്കീർത്തനങ്ങൾ 110 1 മുതൽ 3 വരെ. The Lord says to my Lord, sit at my right hand until I make your enemies a footstool for your feet. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കാം. The Lord will extend your mighty scepter from Zion, saying, rule in the midst of your enemies. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. Your troops will be willing on your day of battle, arrayed in holy splendor. Your young men will come to you like dew from the morning's womb. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടു കൂടെ ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. Hallelujah. ഹല്ലേലൂയ. So many things are happening when we pray. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിരവധി കാര്യങ്ങളാണ് നടക്കുന്നത്. If you take all these 3 verses together, നമ്മൾ ഈ 3 വചനങ്ങൾ ഒരുമിച്ചെടുത്താൽ we understand the following things. നമ്മൾ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. Number 1, God wants His kingdom to
advance and expand. ദൈവം തന്റെ രാജ്യം മുന്നേറുവാനും വികസിക്കുവാനും He ആഗ്രഹിക്കുന്നു. wants all men to be saved. സകലരും രക്ഷിക്കപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നു. Let's thank the Father for that. പിതാവിന് അതിനെ ഓർത്തൊന്ന് സ്തുതിക്കാമോ? God wants your husband to be saved. ദൈവം നിങ്ങളുടെ ഭർത്താവ് രക്ഷിക്കപ്പെടുവാൻ Your children ആഗ്രഹിക്കുന്നു. to be saved. നിങ്ങളുടെ മക്കൾ രക്ഷിക്കപ്പെടുവാൻ, Your in-laws to be saved. നിങ്ങളുടെ അമ്മായപ്പനും അമ്മായിമ്മയും രക്ഷിക്കപ്പെടുവാൻ, Your neighborhood to be saved. നിങ്ങളുടെ അയൽവാസികൾ രക്ഷിക്കപ്പെടുവാൻ. Hallelujah. Hallelujah. And he wants his will to be done in all the earth. ഈ ഭൂമിയിലെമ്പാടും തന്റെ ഹിതം നിറവേറുവാൻ അവൻ And ആഗ്രഹിക്കുന്നു. he wants his righteousness to prevail on earth. മാത്രമല്ല തന്റെ നീതിമാന്മാർ ദേശത്ത് പ്രബലരായിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. Say hallelujah. ഹല്ലേലൂയ. God wants his kingdom to come powerfully on all the earthly kingdoms. ഈ ഭൂമിയിലെ സകല സാമ്രാജ്യങ്ങളുടെ മുകളിലും തന്റെ രാജ്യം സ്ഥാപിതമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. One day, ഒരു ദിവസം when he had cast out a demon, ഒരിക്കൽ ഒരു ഭൂതത്തെ പുറത്താക്കിയ ശേഷം Jesus said, യേശു പറഞ്ഞു, whenever you see a demon is cast out, you can understand that the kingdom of God has come. ഒരു അശുദ്ധാത്മാവ് പുറത്തു പോകുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇതാ ദൈവരാജ്യം ഇവിടെയുണ്ട്. Hallelujah. ഹല്ലേലൂയ. That means the kingdom of God is capturing the kingdom of darkness. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ രാജ്യം അന്ധകാരത്തിന്റെ രാജ്യത്തെ പിടിച്ചടക്കുകയാണ്. Listen to this. ശ്രദ്ധിക്കുക. Prayer is one of the major tools for the kingdom expansion and dominion. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രാർത്ഥന എന്നത് ദൈവരാജ്യത്തിന്റെ വികസനത്തിനും വാഴ്ചയ്ക്കുമുള്ള ഏറ്റവും പ്രധാന ആയുധമാണ്. Hallelujah. ഹല്ലേലൂയ. In Psalm 110, God the Lord, the Father God is saying to God the Son, sit at my right hand. 110 സങ്കീർത്തനം 1-ാം വചനത്തിൽ പറയുകയാണ്, പിതാവാം ദൈവം പുത്രനോട് പറയുകയാണ്, നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കാം. Until I make all your enemies your footstool. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും നിന്റെ പാദപീഠമാക്കുവോളം. That means അതിന്റെ അർത്ഥം Jesus still has enemies. യേശുവിന് ശത്രുക്കൾ ഇപ്പോഴുമുണ്ട്. His enemies are the enemies of the church also. അവന്റെ ശത്രുക്കൾ സഭയുടെ ശത്രുക്കളുമാണ്. But God is saying, I'm going to make all the enemies your footstool. പക്ഷെ ഇവിടെ പിതാവ് പറയുകയാണ്, സകല ശത്രുക്കളെയും ഞാൻ നിന്റെ പാദപീഠമാക്കും. How will he do that? അത് അവൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? He will stretch out his scepter. അവൻ തന്റെ ചെങ്കോൽ നീട്ടും. Who is this scepter? What is this scepter? എന്താണ് ഈ ചെങ്കോൽ? In this context, it is his church. ഈ സന്ദർഭത്തിൽ അത് തന്റെ സഭയാണ്. Hallelujah. ഹല്ലേലൂയ. That means you and me, he is stretching forward to subdue all the enemies of Jesus. നമ്മളെ ഓരോരുത്തരെയും തന്റെ സഭയെ അവൻ ഇന്ന് ഉപയോഗിക്കുകയാണ് സകല ശത്രുക്കളെയും കീഴടക്കുവാൻ. Jesus is not directly involving in this now. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ യേശു നേരിട്ട് ഇടപെടുന്നതേയില്ല. He's sitting at the right hand side of the Father. പിതാവിന്റെ വലത്തുഭാഗത്ത് അവൻ ഇരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. We are engaged here in this process. എന്നാൽ ഈ ഒരു പ്രക്രിയയിൽ ഇന്ന് നമ്മളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Who is the powerful scepter in the hands of the Lord Jesus? കർത്താവിന്റെ കരങ്ങളിലെ ശക്തിയുള്ള ചെങ്കോൽ ആരാണ്? The praying church. പ്രാർത്ഥിക്കുന്ന ഒരു സഭ. A praying church is a powerful church. ഒരു പ്രാർത്ഥിക്കുന്ന സഭ ശക്തിയുള്ള സഭയാണ്. Hallelujah. Hallelujah. So when you pray, you become a scepter in the hands of the Lord. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ കയ്യിലെ ചെങ്കോലായി മാറുകയാണ്. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. Today on this prayer day, each and everyone sitting here who is engaged in a serious prayer is a scepter in the hands of the Lord. ഇന്ന് ഈ പ്രാർത്ഥനാ ദിനത്തിൽ ആത്മാർത്ഥമായി ശക്തിയോടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ദൈവ കരങ്ങളിലെ ചെങ്കോലുകളാണ്. Hallelujah. ഹല്ലേലൂയ. Praise God. Praise the Lord. What is a powerful church? എന്താണ് ഒരു ശക്തിയുള്ള സഭ? It is a groaning church. ഞരങ്ങുന്ന സഭയായിരിക്കും. Meaning when they pray they groan. അതിന്റെ അർത്ഥം അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഞരങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കും. Hallelujah. ഹല്ലേലൂയ. A powerful church is a going church. ഒരു ശക്തിയുള്ള സഭ എന്നത് പോകുന്ന To സഭയായിരിക്കും. win souls. ആത്മാക്കളെ നേടുവാൻ. Every week we are going out. എല്ലാ ആഴ്ചയും നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. How many of you go like that? എത്ര പേർക്ക് പോകാൻ ഇഷ്ടമുണ്ട്? Hallelujah. ഹല്ലേലൂയ. When you go like that, something is happening. നമ്മൾ അപ്രകാരം പോകുമ്പോൾ ചിലത് സംഭവിക്കും. It's also a glowing church. അത് പ്രകാശിക്കുന്ന ഒരു സഭയായിരിക്കും. Hallelujah. ഹല്ലേലൂയ. Because Jesus will be adding souls to the church. കാരണം ദൈവം ആത്മാക്കളെ സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. Somebody shout hallelujah to the Lord. കർത്താവിന് ഹല്ലേലൂയ.
ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. ഈ മകൻ വിശ്വാസത്തിൽ വന്നിട്ട് 16 വർഷമായി. കഴിഞ്ഞ പ്രേരണയുടെ സമയത്ത് 15 വർഷം. എന്നാൽ ഈ മകൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ തന്റെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണ് താൻ ആദ്യം യേശുവിനെ സ്വീകരിച്ചത്. എന്നാൽ താൻ യേശുവിനെ അറിഞ്ഞപ്പോൾ തന്റെ വീട്ടിൽ ഭയങ്കര എതിർപ്പായി. തന്റെ അമ്മ, തന്റെ ചേട്ടനെല്ലാം തന്നെ മർദ്ദിക്കാൻ തുടങ്ങി. തന്നെ മർദ്ദനമുറകളൊന്നും ഇവിടെ പറയണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം അടിയിട്ടുണ്ട്. ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി താൻ പോകാനായി തനിക്ക് ആകെ ഒരു വെള്ള ഷർട്ടേ ഉള്ളൂ. അതിട്ട് ഇറങ്ങുമ്പോൾ മുളകൊക്കെ അരച്ച വെള്ളം കലക്കി ഷർട്ടിലേക്ക് ഒഴിക്കും. അതെന്താ വെച്ചാൽ അത് കളറ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട്. എന്നിട്ട് പക്ഷെ താൻ ആ ഷർട്ട് ഊരി വെള്ളത്തിൽ മുക്കി, മഞ്ഞ കളർ ഉണ്ടാവും, മഞ്ഞപ്പൊടിയുടെ കളർ ഉണ്ടാവും, എന്നാലും അത് ഇട്ടുകൊണ്ട് നനഞ്ഞ ഷർട്ടോട് ആരാധനയ്ക്ക് പോകും. ഒരാഴ്ച പോലും മുടങ്ങും. വർഷങ്ങൾ താൻ ഇതുപോലെ താൻ ഒത്തിരി താൻ സഹിച്ചു. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഇദ്ദേഹം വന്നു. പ്രേയർ ഡേയുടെ ദിവസം രാമൻ ബ്രദർ ഇങ്ങനെ അനൗൺസ് ചെയ്തിരുന്നു, ഇതുപോലെ നിങ്ങൾ രക്ഷിക്കപ്പെടുവാനുള്ള ആളുകളുടെയും അനുഗ്രഹം പ്രാപിക്കാനുള്ളവരുടെയൊക്കെ ഫോട്ടോ നിങ്ങൾ കൊണ്ടുവരണം, ഞങ്ങളിവിടെ ഒട്ടിച്ചു വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ഇദ്ദേഹം ചെയ്തത് 15 വർഷമായി താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആഗ്രഹിക്കുന്നൊരു കാര്യമായിരുന്നു. തൻ്റെ അമ്മ യേശുവിനെ അറിയണം, തൻ്റെ ചേട്ടനും ഭാര്യയും യേശുവിനെ അറിയണം, തൻ്റെ ചേച്ചിയും അളിയനും യേശുവിനെ അറിയണം. ഇവരുടെ എല്ലാം ഫോട്ടോ കൊണ്ടുവന്ന് താൻ കൊടുത്തു. ആ വലിയ ഫോട്ടോ എല്ലാം ഇവിടെ ഒട്ടിച്ചു വെച്ചിരുന്നു. യെസ്. താൻ പറയുന്നത് പിറ്റേ ഞായറാഴ്ച ആദ്യമായിട്ട് തന്റെ അമ്മ ഈ ബ്ലെസ്സിംഗ് സെന്ററിൽ കടന്നു വന്നു. ഇവിടെ ഉണ്ടോ ഇന്ന്? യെസ്. അമ്മ എവിടെ? സ്റ്റേജിലേക്ക്. ഇനി അതിനുശേഷം സംഭവിച്ചത്, അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്റെ സ്വന്തം ചേട്ടനും ഭാര്യയുമായി താൻ അവർ കുടുംബമായി ഇവിടെ കടന്നു വന്നു. എവിടെ ചേട്ടൻ? എവിടെ? വൈഫ് എവിടെ? ഓടി വാ. This is a miracle, the greatest miracle. ക്യാൻസർ മാറുന്നതിനേക്കാൾ, ഭീകരാത്ഭുതങ്ങൾ നടക്കുന്നതിനേക്കാൾ വലുതാണ് ഒരു കുടുംബം യേശുവിലേക്ക് വരിക. തീർന്നിട്ടില്ല ബ്രദറെ. തൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഇന്ന് യേശുവിനെ അനുഗമിക്കുന്നവരാണ്. ഒരു കാര്യത്തിൽ സന്തോഷമുള്ളത്, മുകേഷിന് എത്രയോ വർഷങ്ങളായിട്ട് എനിക്കറിയാം. കാരണം ഏത് ക്ലാസ്സിലാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്? 10th. അതെ, മുകേഷിൻ്റെ 10th ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് മുകേഷും കുടുംബമെല്ലാം യേശുവിന് വേണ്ടി നിൽക്കുന്നത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വാദ്യാരാണ് ഞാൻ. പെട്ടെന്നൊരു മാറ്റം വരാൻ എന്താ കാരണം? നമുക്ക് ഒരു ദിവസം ഞാൻ പെങ്ങളെ കാണാൻ പോയി. പെങ്ങളെ 3 മാസത്തെ കാണാൻ വീട്ടിൽ പുക്കാട്ടോടി ചെല്ലണത്. അപ്പം ഞാനും വൈഫും ഇളയും കൊച്ചും കൂടിയാണ് പോണത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഞാൻ ഇച്ചിരി നേരം മയങ്ങിപ്പോയി. കൊച്ചും മൊബൈലും കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു പ്രാണി വന്ന് ഇവിടെ കടിച്ചു.
ഞാൻ വേഗം നല്ല ഉറക്കത്തിലായിരുന്നു. എണീച്ച് കഴിഞ്ഞപ്പോണ്ട് പെങ്ങടെ അമ്മായിയമ്മ മുറുക്കാൻ തന്നതാണ്. അപ്പം അവരുടെ അടുത്ത് നിന്ന് ചുണ്ണാമ്പം മേടിക്കാമെന്ന് ഓർത്ത് എണീച്ചു. ഓക്കെ. അത് മേടിക്കാമെന്ന് ഓർത്ത് എണീച്ച് നടക്കാമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോണ്ട് പെട്ടെന്ന് വീണുപോയി. താഴെ വീണു. കാരണം ഈ നീര് ഇവിടെ കുത്തിയ നീര് കംപ്ലീറ്റ് തൊണ്ടയ്ക്ക് മേടിച്ചു. എനിക്ക് മിണ്ടാൻ പറ്റില്ല, കണ്ണൊക്കെ മിഴിച്ചു. ഒരു വിഷമുള്ള പ്രാണിയായിരുന്നു. വിഷമുള്ള പ്രാണി. അപ്പം ഇത് കിടന്ന് ഞാൻ ഉരുളിച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോണ്ട് വൈഫിൻ്റെ അടുത്ത് വെള്ളം മാത്രം ചോദിക്കണം മാത്രമേ ഞാൻ പറയണു. വേഗം കൊണ്ടുവന്ന് കഞ്ഞോളം തന്നു. കഞ്ഞോളം കുടിച്ച ഓർമ്മ മാത്രമേ ഉള്ളൂ. ബോധം പോയി. പിന്നെ അത്രയ്ക്ക് വിഷമുള്ളൊരു 10 മിനിറ്റിനുള്ളിൽ പഴങ്ങനോട് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു തലവേദനയാണ്, ശ്വാസമുട്ടുണ്ടെന്ന് പറയണ കേട്ടെന്ന് പറഞ്ഞു. എൻ്റെ കൈയും കാലൊക്കെ അത് ഇങ്ങനെ നിൽക്കുള്ളൂ, ഇങ്ങനെ നിൽക്കുള്ളൂ. കാരണം എനിക്ക് മാന്താൻ പറ്റില്ല. കാരണം കൈയൊക്കെ ഇങ്ങനെ മരവിച്ച് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ 4 ഇഞ്ചക്ഷൻ തന്നോടുകൂടി ഞാനിങ്ങനെ മാന്തി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റും പൊട്ടി വെള്ളം പോലെ ഒഴിക്കുകയാണ്. കംപ്ലീറ്റ് വെള്ളം. അപ്പം തന്നെ ICUലേക്ക് കയറ്റി. ICUവിൻ്റെ അകത്ത് കയറ്റി കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ചേട്ടായി ഭയപ്പെടണ്ട, യേശുവിനെ വിളിക്കാൻ പറഞ്ഞു. അവിടെ നിന്നാണ് മാറ്റം തുടങ്ങിയത്. അന്നേരം ഞാൻ ഇവനെ വഴക്ക് പറഞ്ഞു. അപ്പോഴും വഴക്ക് പറഞ്ഞു. നീ നിന്റെ പണിയൊക്കെ ഈ മരിക്കാൻ പോകുന്ന സമയത്ത് വഴക്ക് പറഞ്ഞു. മിടുക്കൻ. നീ യേശുവിന്റെ കാര്യമൊന്നും എൻ്റെ അടുത്ത് പറയണ്ട, നീ മാറി, നീ ICU പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ഞാനിങ്ങനെ കിടക്കണേ. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ഞാനിങ്ങനെ പെട്ടെന്നൊരു ഉണർവ് കിട്ടിയ പോലെ ഇയാളെ പുറത്തേക്ക് ഇറങ്ങിയപ്പോണ്ട് യേശുവേ യേശുവേ എന്നുള്ളൊരു വിളി നമ്മൾ വിളിക്കാൻ അകത്തുനിന്ന് വിളിക്കാൻ തുടങ്ങി. ഇത് വിളിച്ച് കഴിഞ്ഞോടുകൂടി പിന്നെ ഞാൻ സിസ്റ്ററിന്റെ അടുത്ത് പറയണത്, സിസ്റ്റർ എനിക്ക് എൻ്റെ അനിയനെ എൻ്റെ അനിയത്തിനെ കാണണം, എൻ്റെ വൈഫിനെ കാണണം എന്ന് പറഞ്ഞു. സ്വതന്ത്രനായി അവിടെ നിന്ന് ICU തന്നെ ഞാൻ ഫ്രീ ആയി. ഇതെല്ലാം മാറി. ഇതാണ് യേശുവിലേക്ക് തിരിയാനുള്ള കാരണം. അതിനുശേഷം അടുത്ത ഞായറാഴ്ച ഇവിടെ വന്നു. ആ ഞായറാഴ്ച തന്നെ ആളിവിടെ വന്നു. എല്ലാ ഞായറാഴ്ചയും ഏറ്റവും ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഇവർ ഹാജരുണ്ടായിരിക്കും. കർത്താവേ, ഇന്ന് ഇവർ പരസ്യമായി യേശുവിൻ്റെ സാക്ഷികളായി മാറിയ നിമിത്തം ഇവരെ അനുഗ്രഹിക്കണം. ഇനി ഇവർ മുഖാന്തരം ഇവരുടെ ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരും എല്ലാം യേശുവിനെ അറിയട്ടെ. കർത്താവ് അവരെ ബ്ലസ് ചെയ്തതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രാർത്ഥനാ ദിനത്തിൽ നിന്നുള്ള ആ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ കർത്താവേ ഞങ്ങൾ കണ്ടല്ലോ. അങ്ങ് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാകയാൽ ഈ സമയത്ത് ലോകമെമ്പാടും പ്രാർത്ഥിക്കുന്ന ദശലക്ഷങ്ങൾക്ക് അങ്ങ് മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ അങ്ങയുടെ കൃപ പകരുന്നതിനാൽ നന്ദി. ഇൻ ദ നെയിം ഓഫ് ജീസസ്, മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. അതുപോലെ ശ്വാസകോശങ്ങൾ, അത് ചുരുങ്ങുന്ന രോഗം, മറ്റ് രീതിയിലുള്ള ബ്രോങ്കൽ ഡിസീസുകൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്ന ആ രോഗം പൂർണ്ണമായി സൗഖ്യമായിട്ട്, ചില ഹോർമോണുകളുടെ തകരാറുകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ തകരാറുകൾ മാറട്ടെ. ക്രോണിക് ഡിസീസുകൾ, തുടർച്ചയായി ഉള്ള രോഗങ്ങൾ, അതുപോലെ ക്രോണിക് മെഡിക്കേഷൻ, അതിനുവേണ്ടി തുടർച്ചയായി മരുന്നെടുത്തുകൊണ്ടിരിക്കുക. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പോകണം എന്നാണ് നിങ്ങൾ ചിന്തിക്കപ്പെടുന്നത്. ജീസസ് ഇസ് ബ്രേക്കിംഗ് ദാറ്റ് സൈക്കിൾ റൈറ്റ് നൗ. യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ. ആ മരുന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു പരിപൂർണ്ണ സൗഖ്യം നടക്കട്ടെ. അതുപോലെ ഡയബറ്റീസ് ഉള്ള പലരെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു ജീസസ് നെയിം. പ്രത്യേകിച്ച് ഡയബറ്റീസ് ബാധിച്ച് കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ പൂർണ്ണമായ സൗഖ്യമുണ്ടാകട്ടെ. അലർജി രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ബ്രെയിനിലുള്ള ചില തകരാറുകൾ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെങ്കിലും ഈ സമയത്ത് കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നീ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. TB
ക്ഷയരോഗം പൂർണ്ണമായി സൗഖ്യമാകട്ടെ. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറട്ടെ. യോജിച്ച ജീവിത പങ്കാളികൾ ലഭിക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ജോലി ലഭിക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഏതാവശ്യമാണെങ്കിലും കർത്താവ് കൈനീട്ടി അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി യേശുവിനായി സമർപ്പിക്കുക. പാപജീവിതം ഉപേക്ഷിക്കുക. യേശുവിൻ്റെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കുക. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നും പുതുതായി പബ്ലിഷ് ചെയ്യപ്പെട്ട ദൈവപ്രസാദം എന്നുള്ള പുസ്തകം, അതിന് മുൻപേ പബ്ലിഷ് ചെയ്തിട്ടുള്ള എൻ്റെ പ്രാർത്ഥനാ ഡയറി, വിനേഴ്സ് ഫാക്ടറി, ആശിഷുമാരി തുടങ്ങിയ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.